ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതവിടെ കുഞ്ഞിത്തര. അപ്പോൾ ഇന്നിതാ ഇവന്റെ ബർത്ത്ഡേ, മോളുടെ ഹോളി കമ്മ്യൂണിയൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻസിന് നടത്തുന്ന ആദ്യ കുർബാന സ്വീകരണം. പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കുർബാന സ്വീകരിക്കുക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ അവളുടെ ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പറ്റാവുന്നതൊക്കെ എടുക്കാം. അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ട് തുടർന്നും വേണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അധികം എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു 11 മണിക്കാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും വരുന്നതായ വീട് ഒരുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ നമ്മളെ ഉണ്ണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. ഒരു 12 മണിയായി നമ്മൾ എത്തിയപ്പോൾ. നമുക്കിവിടെ പള്ളിയിൽ ചടങ്ങ് 3 മണിക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു 2-3 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണി ഒരു സൈഡിൽ ഉറങ്ങുന്നുണ്ട്. ഇത് ചേച്ചിയുടെ മൂത്ത മോള് ഒരു സൈഡിൽ. അതാ എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവളുടെ ഹെയർ ആദ്യമേ ചെയ്ത് തുടങ്ങി കേട്ടോ. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിപ്പോൾ എൻ്റെ നാത്തൂനെ ഞാൻ ചെറിയൊരു ലൈറ്റായിട്ടൊന്ന് അവൾക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവയുടെ മേക്കപ്പ്, ഇവ എന്നിട്ട് മോളുടെ പേര്. അപ്പോൾ ഇവയുടെ മേക്കപ്പാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം അവളുടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ നമുക്ക് വേഗം ചെയ്യാമല്ലോ. അപ്പോൾ സിസ്റ്ററുടെ രണ്ടാമത്തെ മോള് ബാക്കിലുള്ളതാണ് കേട്ടോ സിസ്റ്റർ. അപ്പോൾ ഇവയുടെ ഹെയർ ഓൾറെഡി നമ്മൾ വാഷ് ചെയ്തു കേട്ടോ. നമ്മൾ പരമാവധി എല്ലാ ബ്രൈഡ്സിനും നമ്മൾ ഇവിടെ വന്നിപ്പോൾ വാഷ് ചെയ്തിട്ടാണ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഓയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇവയുടെ ഹെയർ ആയാലും നമ്മൾ നല്ലതുപോലെ ഇവിടെ തന്നെ വാഷ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയുടെ മൂന്നാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ഞാൻ ഓൾറെഡി മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കര സ്കിന്നൊക്കെ സൂപ്പറാണ്. ഉണ്ണിയുടെ ഒരു ഡ്യൂയി മേക്കപ്പാണ് കേട്ടോ ഉണ്ണിക്കും ചെയ്ത്. അപ്പോൾ അവളുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ചെറുതുകളുടെയൊക്കെ വേമയും തീർത്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വലിയവരുടെ ഒക്കെ തീർക്കല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരുടെയും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുങ്ങാൻ നേരം ഉണ്ടാവാറില്ല. ഇതെല്ലാ ഫംഗ്ഷനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈനോരയാണ് കേട്ടോ ഇവരുടെ ഹെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്ക് നോർമൽ, അവളുടെ ഹെയർ നല്ലൊരു സിൽക്കി ഹെയർ ആണ്. അപ്പോൾ നമ്മൾ അതിന് ബാക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഫ്രണ്ട് മാത്രം ചെറിയൊരു ഇത് കൊടുക്കും. അവൾ പറഞ്ഞായിരുന്നു എൻ്റെ മുടി ഞാൻ സൈഡ് അഴിച്ചിടണം, അവൾക്ക് ചൂട് കൂടുതലാണ്. അപ്പോൾ ഞാൻ അഴിച്ചിടണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറുതായിട്ട് ഒന്ന് കെട്ടി വെച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ലെൻസ് വെച്ച് കൊടുത്തു. ഐബ്രോസ് എഴുതി ഐ മേക്കപ്പ് ചെയ്തു. ഇതിന് ശേഷം ഞാൻ ഇവയുടെ മേക്കപ്പിന് ഇരുന്നു. ഇവിടെ മേക്കപ്പിന് ഇരുന്നതിന് ശേഷം പിന്നെ എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രേ ലെൻസും ഐ മേക്കപ്പും ഈ പറഞ്ഞ പോലെ ഐബ്രോസ് മാത്രം ഇങ്ങനെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് നിന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ വൃത്തിയോട് തോന്നിയിട്ട് ഞാൻ ഈ ലെൻസ് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഒരു മേക്കപ്പ് ഇല്ലാതെ സാരി ഉടുത്തിട്ട് പള്ളിയിലേക്ക് ഓടാണ് ചെയ്തത്. അപ്പോൾ ഈ ഐബ്രോസ് മാത്രമാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെനിക്ക് അവളെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ബാക്കി ഇപ്പോൾ ചേച്ചിയുടെ 3 മക്കൾ, നാത്തൂൻ, എൻ്റെ റിലേറ്റീവ് കൊച്ചുണ്ട്, അവൾ ചെയ്യണം, നാത്തൂന് ചെയ്യണം, 2 നാത്തൂന്മാർ, എല്ലാവരും ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത് നമ്മൾ ലേറ്റായിട്ട് എത്തിയതിൻ്റെയും ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐബ്രോ ഡിഫൈനിങ് മാത്രമാണ് എൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് നടന്നത്. ഞാൻ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്തത്. സ്വന്തം സലൂണിൽ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അപ്പോൾ ഇവയുടെ മേക്കപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാറ്. പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയാറ്. ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ കണ്ണിൽ അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത്. ഈ ക്യാമറയിലോട്ടും ഇതിലോട്ടൊക്കെ നോക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ സെറ്റിങ് കൊടുത്തു, ഒറ്റ ഷെയ്ഡ് ഐ ഷാഡ് ഇട്ടു, ജസ്റ്റ് ഒരു സ്മോക്ക് കേസ് ചെയ്തു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഫേസിൽ നമ്മളൊന്നും ചെയ്യാണ്ടായപ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലെൻസ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ അത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് ഭയങ്കരമായിട്ടൊരു ഇതായിരിക്കും. കാണുമ്പോൾ അത് കണ്ണിലേക്ക് നോക്കുമ്പോൾ വേറെ എന്തോ ഒരു പോലെ തോന്നും. അപ്പോൾ ഞാനത് ഒന്ന് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാനത് ഇപ്പോൾ ഇവയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മോളുടെ ഫേസ് വന്നിട്ട് നല്ല ഡ്രൈ ആണ്. ഞങ്ങൾ രണ്ടാളുടെ നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്കിൻ്റെ പ്ലസ് പ്രൈം ടോണർ അടിച്ചു കൊടുത്തു. അതിനുശേഷം അവളുടെ ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്തത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ക്രിസ്ത്യൻസിന് എപ്പോഴും ഒരു ന്യൂഡ് മേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ലൈറ്റ് മേക്കപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. നമുക്ക്
അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ഭയങ്കര മിനിമൽ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് അല്ലല്ലോ, നമുക്കത് പള്ളിയിലത്തെ ഫസ്റ്റ് ചടങ്ങാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കുട്ടികളുടെ വലിയൊരു ചടങ്ങ് തന്നെയാണ് ക്രിസ്ത്യൻസിന്. എന്നാലും മേക്കപ്പ് അങ്ങനെ കാര്യമായിട്ടൊന്നും പണ്ടൊന്നും ഞങ്ങളുടെയൊക്കെ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെയും ചെയ്യാറില്ല. കുളിക്കും, ക്രൗൺ വയ്ക്കും, ഉടുപ്പെടുത്തിടും, ആ വെയിലെടുത്ത് വയ്ക്കും, പോവും. പണ്ടൊന്നും ഇതുപോലെയൊന്നും ഇല്ല. ചിലവർ കണ്ണൊക്കെ ഒന്ന് എഴുതും, പൊട്ടുകുത്തും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിള്ളേരെ അത്യാവശ്യം പാർലറിലൊക്കെ കൊണ്ടുപോയി ലൈറ്റായിട്ടൊരു മേക്കപ്പൊക്കെ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എൻ്റെ മോളൊന്ന് കുറച്ചൊരു ഭംഗിക്ക് ആക്കിയെന്ന് മാത്രം. അപ്പോൾ ചെറിയൊരു സ്മോക്കി ഐസാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നമുക്കത് അങ്ങനെ ഫോട്ടോസിലേക്ക് ഭംഗിയുണ്ടാവുന്ന മേക്കപ്പ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്ങും വരില്ല. ലാഷ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സോറി, ലാഷ് കൊടുത്തായിരുന്നു. ലെൻസ് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ. കാരണം കണ്ണ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ലെൻസ് കൊടുത്തായിരുന്നു. നമ്മുടെ പ്യുവർ ഹേസലിൻ്റെ ബ്രൗൺ ആണ് കേട്ടോ, സോറി ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹേസലാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നമുക്കങ്ങനെ ലെൻസ് വെച്ചു എന്നുള്ളൊരിത് ഉണ്ടാവില്ലേ. എനിക്കും ഈ പറഞ്ഞ പോലെ പ്യുവർ ഹേസിൽ വെച്ചാൽ മതിയായിരുന്നു. ഞാനൊരു ഗ്രേ വെച്ച് നോക്കിയതാണ്. പക്ഷെ നമുക്ക് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഗ്രേ വന്നു കഴിഞ്ഞപ്പോൾ തനിയൊരു യക്ഷി ലുക്ക് മാത്രമായി. നമുക്ക് ഫേസിലോട്ടൊന്ന് മേക്കപ്പ് ചെയ്തെങ്കിൽ ആ ഒരു ഗ്രേ കുറച്ചും കൂടി ഇതായേനെ. പക്ഷെ എനിക്ക് ഫേസ് മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ. അപ്പോൾ അവളുടെ സ്കിൻ പ്രപ്പിങ് ഞാൻ ബോബി ബ്രൗണിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ സ്വെറ്റിങ് നമുക്ക് ആ ഒരു ടൈം ആയ കാരണം ഉച്ചയിലത്തെ സമയമൊക്കെ ആയതുകൊണ്ട് സ്വെറ്റിങ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു പ്രൈമർ നമ്മുടെ ബൊട്ടോക്സ് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ കൺസീൽ ചെയ്യാൻ അങ്ങനെ അവൾക്കില്ല. പക്ഷെ ചെറുതായിട്ട് ഇപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് ഈ PTക്കൊക്കെ പോയിട്ട് ഇവർ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം ടാനാണ്, ഫേസൊക്കെ അത്യാവശ്യം ടാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോർഹെഡും അണ്ടർ ഐ ഒക്കെ ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ സ്വന്തം മോളായതുകൊണ്ടാണ് കേട്ടോ തല പിടിച്ച് വലിക്കൽ ഇതൊക്കെ. അപ്പോൾ ആൾ പറയുന്നുണ്ട്. നല്ല സ്പീഡിലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് എന്താണ് ഇത്. കാരണം നമുക്ക് എല്ലാവർക്കും ചെയ്യണം, ഒത്തിരി ലേറ്റായി എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചെയ്ത് തീർത്തു. കാരണം അവളുടെ തീർത്തിട്ട് വേണം ബാക്കിയുള്ളവരുടെ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൺസീലിങ് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഫൗണ്ടേഷൻ വന്നിട്ട് ഞാൻ ഷാർലറ്റാണ് ചെയ്തത്. ഫുൾ കവറേജ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓവറോൾ ഫേസ് വന്നിട്ട് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടുമല്ലോ. ലൈറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇത് കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു ഫേസിൽ. അങ്ങനെ ലിപ്പ് ലൈനർ ഒരു പിങ്ക് കൊടുത്തു. പിന്നെ ഞാൻ 84ൻ്റെ സെഫോറയാണ് കൊടുത്തത്. ലൈറ്റ് ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തത്. പക്ഷേ ലൈനർ വന്നിട്ട് കുറച്ച് ഡാർക്ക് കൊടുത്തായിരുന്നു. ഷാർലറ്റിൻ്റെ കൂടെ ഞാൻ നാസ് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ, ഒരു ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ ക്രീം ബ്ലഷാണ് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ മേക്കപ്പ് വൈകിട്ട് നമുക്ക് ഫങ്ഷൻ തീരുന്നത് വരെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ബൊട്ടോക്സ് പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സ്വെറ്റായാലും ഒന്നും മേക്കപ്പ് അങ്ങനെ അനങ്ങില്ല. അപ്പോൾ അത് ഒരു ഇതാട്ടോ. ഞാൻ അപ്പോൾ ലൈനർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ ചുണ്ട് നല്ലപോലെ ക്രാക്കായി ഉണ്ടായിരുന്നു, ഡ്രൈ ആയിട്ട്. അപ്പോൾ ഒന്ന് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തോട്ട് നല്ലതുപോലെ. അതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് ചെയ്തത്. കാരണം നല്ലതുപോലെ ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണതാണ്, ലിപ്പ് ക്രാക്കായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വര വന്ന് അത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. പരമാവധി നല്ലപോലെ ചുണ്ട് നല്ല ഒന്നൊരു ഗ്ലോ വന്നതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിപ് ബാം ഒന്ന് ഡ്രൈ ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിപ് ബാം ഒത്തിരി ആണെങ്കിൽ ലിപ്സ്റ്റിക്ക് നമുക്ക് അധികം നേരം നിൽക്കില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഷാർലറ്റിൻ്റെ ഒരു മീഡിയം ഷെയ്ഡാണ് കേട്ടോ കൊടുത്തത്. ഫുൾ കവറേജ് ആയ കാരണം നല്ല പോലെ കവറായിട്ടുണ്ടായിരുന്നു. ലാഷ് 54 വെച്ച് കൊടുത്തു. മസ്കാര നമ്മുടെ എല്ലാം ഷാർലറ്റായിരുന്നു. ഒരു ഷാർലറ്റ് മേക്കപ്പ് ആയിരുന്നു അത് മൊത്തം. ജസ്റ്റ് ഒന്ന് പൗഡർ സെറ്റിങ് കൊടുത്തായിരുന്നു കേട്ടോ. ഓൾറെഡി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ചെറിയ രീതിക്ക് ഒരു പൗഡർ സെറ്റിങ് കൊടുത്തു K2P വെച്ചിട്ട്. പിന്നെ ചെറുതായിട്ടൊരു ക്രീം ബ്ലഷും കൊടുത്തു. പൊട്ടൊരു വൈറ്റ് സ്റ്റോണാണ് കേട്ടോ കൊടുത്തത്. പിന്നെ മാലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇയറിങ്സ് ഈ ഒരു വർക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇയറിങ്സ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു മേക്കപ്പ്. ഹെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡ് കൊടുത്ത് കെട്ടി വെച്ചു. ബാക്ക് അവളുടെ ഓൺ ഹെയറിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. വെയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മേക്കപ്പ് കാര്യങ്ങളൊക്കെ. അണ്ടർ ഐ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. കാരണം അവളുടെ കണ്ണ് നല്ല നീളം കണ്ണാണ്, പക്ഷേ വട്ടം കുറവാണ്. അപ്പോൾ നമ്മളത് ചെറുതാക്കി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെറിയ കൊച്ചാണ്. അപ്പോൾ ഈ ആകാംക്ഷ കൂടുതലാണല്ലോ ഉണ്ണികൾക്ക്, മിററിൽ നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഞാൻ പറയും മേളിലോട്ട് നോക്കുമെന്ന് പറയണതാണ് കേട്ടത്.
പിന്നെ ഇതാ ലിപ്സ്റ്റിക്ക് വളരെ ന്യൂഡാട്ടോ, നമ്മുടെ 84, 17 വളരെ ന്യൂഡ് ഷെയ്ഡുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എല്ലാവരും അവിടെ ഇരുന്ന് ഹെയർ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ചേച്ചി സാരി മാറുന്നുണ്ട്, അവരൊക്കെ സാരി ചേഞ്ചിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മേക്കപ്പിൻ്റെ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാത്തവരോട് പറയുന്നതാണ്, നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാം. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇടാറ്. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറയാറുണ്ട്, സന്തോഷമുണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മേക്കപ്പിൻ്റെ ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് കുറച്ച് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ 2:45. നമുക്ക് പാർലറിൽ നിന്ന് ഞങ്ങളുടെ പള്ളി വരുന്നത് വേലുപ്പാട്. അപ്പോൾ അവിടേക്ക് അത്യാവശ്യം ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സിൻ്റെ ഒരു യാത്രയുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എത്തുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ലേറ്റ് ആവും. പിന്നെ അമ്മയുടെ ആങ്ങളെയാണ് കുർബാന. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് എത്താൻ പറഞ്ഞു. പക്ഷേ ഒരു 10 മിനിറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ചടങ്ങിന്, അങ്ങനെ കുർബാനയ്ക്ക് അങ്ങനെ ആരും എത്തില്ല, ഫംഗ്ഷനാണല്ലോ എത്താം. അപ്പോൾ നമ്മൾ വേഗം ഞാൻ സാരി മാറി ഓടി. കാരണം നമ്മൾ ഫസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, അവളെ എത്തിക്കുക എന്നുള്ളതാണല്ലോ മുഖ്യം. അപ്പോൾ മേക്കപ്പൊക്കെ നല്ല കവറേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം എല്ലാ മേക്കപ്പും നമ്മൾ ഇടുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസായിട്ട് എന്താ പറയുക, നമ്മളൊന്ന് വേർത്ത് നമ്മൾ ഈ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാണ് ശരിക്കുമുള്ളൊരു ഫൗണ്ടേഷൻ്റെ കളർ വരിക. അപ്പോൾ അത് ആകുമ്പോഴേക്കും കറക്റ്റ് നല്ല അടിപൊളി ഷെയ്ഡായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ PACയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. ദെൻ അർബൻ ഡിക്കെയും അടിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ സൈനവർ അവളുടെ ഹെയർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയുടെ മോൾക്ക് ഐ മേക്കപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഫേസ് അവർ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഐ മേക്കപ്പ് ലൈറ്റായിട്ട് ഒന്ന് ചെയ്ത് ഒരു ഷിമ്മർ ഇട്ട് കൊടുത്തു. ഹുദയുടെ പാലറ്റിൽ നിന്ന് ഒരു ഷിമ്മർ ഇട്ട് ചെറിയൊരു സ്മോക്കി ഐസാണ് കേട്ടോ അവർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐ മേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഐ മേക്കപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫേസിൽ മോളുടെ പേര് ആൽബിയ എന്നാട്ടോ. ആൽബിയയ്ക്ക് ഫേസിൽ അങ്ങനെ ഒത്തിരി മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആൾക്ക് ആളുടേതായ മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടം. അപ്പോൾ അവൾ സ്വന്തമായിട്ടാണ് അവളുടെ മേക്കപ്പ് ചെയ്തത്. ദെൻ ഞങ്ങളൊരു പള്ളിയിലെത്തി. ഞങ്ങളുടെ പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു അവളുടെ ഹെയറിൻ്റെ ബാക്ക്. നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പള്ളിയിൽ, കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വിറ്റ് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോളൂ. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് വേലുപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കടയിൽ നിന്ന് എടുത്ത കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ആ ഡ്രസ്സായിട്ട് നല്ലതായിട്ട് ഇണങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചേച്ചിമാരുടെ കൂടെ നിന്നിട്ട് അങ്ങനെ എടുത്തു. നമ്മൾ ഇത്ര പേരെ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ഹാളിലോട്ട് പോയി. നമ്മൾ അമ്പലൂർ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് അവിടെ വെച്ച് പാർലറിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവസാനം വന്നപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫംഗ്ഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇവൻറ്റ്സ് ചെയ്തത് ഇവൻറ്റ്സ് ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു അവരുടെ ഫുഡും ഡെക്കോറും. അതുപോലെ അവർ തന്നെ സെറ്റ് ചെയ്തത് എന്താണ് ഈ ഡാൻസേഴ്സിന് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര എനർജിയാണ് ഈ പിള്ളേരുടെ ഡാൻസ്. ഒരു 8 ഡാൻസോളം അവർ ചെയ്തായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജിയാണ്. അവർ ആ ലാസ്റ്റ് ഡാൻസ് വരെ അവരുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇവരുടെ ഇവൻറ്റ്സിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തു. അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഡെക്കോറാണെങ്കിലും ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കാം. പിന്നെ മോളിൽ ഡ്രസ്സ് ചെയ്തത് തൃശ്ശൂരാണ്, അഡോബർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മളൊരു 1.5-2 ആഴ്ച മുന്നാണ് ചേച്ചിക്ക് ഡ്രസ്സ് കൊണ്ടുകൊടുത്തിട്ട് തയ്ച്ചു തരുമെന്ന് ചോദിക്കണേ. നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നു. കാരണം ഓൾറെഡി നമുക്കൊരു പ്രീവിയസ് ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ കാർഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ച കൊണ്ട് ഇത്രയും വലിയൊരു ഹെവി വർക്കും ചെയ്ത് ഉടുപ്പ് അത്ര അടിപൊളിയായിട്ട് തന്നത് ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചേച്ചിയുടെ നമ്പറും അഡോബർ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം. അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചേച്ചിനെയും കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇത് അവരുടെ ഒരു 3-ാമത്തെ 4-ാമത്തെ ഡാൻസ് അങ്ങാണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പിള്ളേരാട്ടോ. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനർജി. അവർക്ക് എന്താ പറയുക, ഒരു ക്ഷീണം പോലും ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ. ചെറിയൊരു വ്ളോഗ്, നമ്മുടെ വീട്ടിലത്തെ ഒരു കൊച്ചു കാര്യം. ഇന്ന് ഞാൻ എൻ്റെ ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളാണ് ഇടാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, അതിലും ചെറിയൊരു മേക്കപ്പ് പാർട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.